ഇന്നത്തെ നോമ്പിന് പറ്റിയൊരു ഐറ്റം പറഞ്ഞിട്ടെ. ഇതന്നെ ഐറ്റം ഉസ്ബക്ക് റൈസ്. ട്രൈ ആക്കിക്കോളി. ബീഫ് പുലാവ് എന്നും പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനായി ഞാൻ ഇവിടെ ബസ്മതി അരി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കാം. ഇനി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബീഫ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 2 ടീസ്പൂൺ അറബിക് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കുടം വെളുത്തുള്ളി മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 6-7 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെന്തതിന് ശേഷം ബീഫ് ആ ഒരു കുക്കറിൽ നിന്നും മാറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബീഫിൻ്റെ സ്റ്റോക്കും വെള്ളം കൂടി 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കും ക്യാരറ്റും ഇതുപോലെ സ്ലൈസായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെള്ളക്കടല വേവിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും ആവശ്യത്തിന് ഉപ്പും, ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇനി വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, കിട്ടിലായിട്ടാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.